കൊല്ലത്ത് പുനലൂരിൽ 12 വയസ്സുകാരനെ തലകീഴായി കെട്ടിത്തൂക്കി ക്രൂരമായി മർദ്ദിച്ച ഒരു വാർത്തയുടെ നടുക്കത്തിൽ നിന്ന് നമ്മൾ ആരും ഉണർന്നിട്ടില്ല. 12കാരൻ 500 രൂപ മോഷ്ടിച്ചുവെന്ന് ആരോപിച്ചാണ് ഈ ക്രൂരതയൊക്കെ ചെയ്തത്. ഈ നിർധനരായ ആളുകൾ മക്കളെ ഏതെങ്കിലും അനാഥ മന്ദിരത്തിലൊക്കെ ആക്കുന്നത് അവരുടെ മക്കൾക്കെങ്കിലും നല്ല ഭക്ഷണം ലഭിക്കട്ടെ എന്ന ഒരൊറ്റ ആഗ്രഹത്തിൻ്റെ ഫലമായിരിക്കും. അമ്മയ്ക്ക് സുഖമില്ലാത്തതിനെ തുടർന്ന് സഹോദരങ്ങളായ 2 കുട്ടികളെ ഈ പുനലൂരിൽ പറയപ്പെടുന്ന ഈ സ്ഥാപനത്തിൽ ആക്കുകയും കുട്ടിയെ ക്രൂരമായി അവിടെയുള്ള ചുമതലക്കാരൻ മർദ്ദിക്കുകയും ചെയ്ത വാർത്തയുടെ നടുക്കത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി പറയാൻ വരുന്നത് അതിനേക്കാൾ നടുക്കമുള്ള കൊല്ലം ജില്ലയിൽ നടന്ന മറ്റൊരു സംഭവമാണ്. കഴിഞ്ഞ തിരുവോണ നാളിലാണ് കൊല്ലം ജില്ലയിൽ ഈ ക്രൂരത അരങ്ങേറിയത്. ശരിക്കു പറഞ്ഞാൽ കഴിഞ്ഞ സെപ്റ്റംബർ 5-ാം തീയതി 2025 സെപ്റ്റംബർ 5-ാം തീയതി തിരുവോണ ദിവസം വൈകുന്നേരം ഒരു 11 വയസ്സുകാരനെ 38കാരൻ പ്രകൃതി വിരുദ്ധ ലൈംഗികത വിധേയനാക്കി. കുട്ടി രക്ഷിതാക്കൾക്കൊപ്പം കൊല്ലം ജില്ലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലായിരുന്നു, കായൽ തീരത്തായിരുന്നു. ആ കുട്ടിയെ രക്ഷിതാക്കളോടുള്ള സൗഹൃദം മുതലെടുത്ത് കുട്ടിയെ മൊബൈൽ ഫോണിൽ എന്തോ കാട്ടിത്തരാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയി കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ പിടിക്കുകയും അശ്ലീലമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് 1-ാം ദിവസത്തെ പരാതി. ഇത് മൃഗങ്ങളെക്കാൾ ക്രൂരമായ അവസ്ഥയിലാണ് ഈ പ്രതി കുട്ടിയോട് പെരുമാറിയതെന്ന് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട FIR-ൽ പറയുന്നുണ്ട്. നിർഭാഗ്യവശാൽ നമുക്ക് ആ FIR-ഓ ആ കേസ് നമ്പരോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ മറ്റ് വിശദാംശങ്ങളോ പറയാൻ കഴിയില്ല. കേസ് എടുത്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് 351-ന്റെ 2 വകുപ്പനുസരിച്ചും 115-ന്റെ 2 വകുപ്പനുസരിച്ചുമാണ് ഈ പ്രതിക്കെതിരെ പോലീസ്, നിർദ്ദിഷ്ട പോലീസ്, സിറ്റി പോലീസ്, അതായത് സിറ്റി പോലീസ് കമ്മീഷണറുടെ പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ പ്രതിയുടെ ചിത്രം ഞാൻ തംബ്നെയിലിൽ കാണിച്ചിട്ടുണ്ട്. പ്രതിയെ കാണിക്കാം, കാരണം പ്രതിക്ക് ഈ കുട്ടിയുമായി നേരിട്ടുള്ള ബന്ധുത്വമല്ല, കുട്ടിയുടെ രക്ഷിതാക്കളുമായുള്ള പരിചയവും സൗഹൃദവുമാണ് ഇങ്ങനെ ഒരു ക്രൂരതയ്ക്ക് കുട്ടിയെ വിധേയനാക്കാൻ ഈ പ്രതിയെ പ്രേരിപ്പിച്ചത്. നമുക്കറിയാം, കുട്ടികൾ എപ്പോഴും ഈ രക്ഷിതാക്കളുടെ സുഹൃത്തുക്കളോടും രക്ഷിതാക്കളുടെ ബന്ധുക്കളോടുമൊക്കെ അടുത്ത് ഇടപഴകാറുണ്ട്. അതുപോലെ അടുത്ത് ഇടപഴകിയത് മുതലെടുത്ത് ഈ കുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് ഉപയോഗിക്കുകയായിരുന്നു ഈ പ്രതി എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇനി ശിശു സംരക്ഷണ നിയമം, പോക്സോ നിയമപ്രകാരം 8, 7, 10, 91, 9M എന്നീ വകുപ്പുകൾ അനുസരിച്ചും പോലീസ് ഈ പ്രതിക്കെതിരെ കേസ് ചുമത്തിയിട്ടുണ്ട്, കുറ്റം ചുമത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പ്രതി ഇപ്പോഴും അബ്സ്കോണ്ടിങ് ആണ്. 2-ാമത്തെ സംഭവം നടക്കുന്നത് 20-ാം തീയതിയാണ്. ഏകദേശം ഈ 1-ാമത്തെ ക്രൂരത കഴിഞ്ഞ് 2-ാമത്തെ ക്രൂരത നടക്കുന്നത് 2 ആഴ്ചയ്ക്ക് ശേഷം ഈ കുട്ടിയുടെ വീട്ടിൽ വെച്ചാണ്. കുട്ടി ഇങ്ങനെ സെറ്റിലിരുന്ന് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രതി കുട്ടിയുടെ അടുത്ത് വരികയും കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നു. കുട്ടി കുതറിമാറി നിലവിളിക്കുമ്പോൾ ഈ കുട്ടിയെ എടുത്ത് ഉയർത്തിയിട്ട് ഇതാരോടെങ്കിലും പറഞ്ഞാൽ നിന്നെ കിണറ്റിലെറിഞ്ഞ് കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇവിടെ കുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പ്രതി അബ്സ്കോണ്ടിങ്ങാണ്. പ്രതിയെ ഇതുവരെ പിടിച്ചിട്ടില്ല. പ്രതിയെ പിടിക്കാത്തത്, പ്രതി ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതിയാണ്. പ്രതി നിരവധി ക്രിമിനൽ കേസുകളിലും ഒക്കെ ബന്ധമുള്ള ആളാണ്. ഇയാളെ പിടികൂടുന്നതിന് പോലീസിന് നിമിഷ നേരം കൊണ്ട് സാധ്യമാകും. പക്ഷേ ഇയാൾക്ക് സ്വാധീനം കൂടുതലാണ്. ഇയാളുടെ സ്വാധീനത്തിൽ വശംവദരായാണ് പോലീസ് ഇയാളെ പിടിക്കാതിരിക്കുന്നത് എന്ന ആരോപണവും ശക്തമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, പുനലൂരിലെ 12കാരനിൽ തുടങ്ങി ഈ കൊല്ലം സിറ്റിയിൽ താമസിക്കുന്ന 11കാരനിൽ ഞാൻ ഈ വാർത്ത ചുരുക്കി പറയുമ്പോൾ ഈ 11കാരൻ എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്. പ്രതീകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്ക് എടുത്തു കാണിക്കാവുന്ന ഒരു ഒരു പ്രതീകമെന്നല്ല, ഒരു ഉപമയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇങ്ങനെയുള്ള ആൺകുട്ടികളെ, അതായത് രക്ഷിതാക്കളുടെ സൗഹൃദത്തിലുള്ള ആളുകൾ ആൺകുട്ടികളെ പീഡിപ്പിക്കുന്ന സംഭവം കേരളത്തിൽ ധാരാളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പെൺകുട്ടികളല്ല, ആൺകുട്ടികളും സമൂഹത്തിൽ സുരക്ഷിതരല്ല. പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളും പൊതുസമൂഹത്തിൽ സുരക്ഷിതരല്ല എന്ന വലിയ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഉപമയാണ്, ഉദാഹരണമാണ്, പ്രതീകമാണ് ഈ 11കാരൻ. 11കാരന്റെ മൊഴിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, തിരുവോണ ദിവസം ബന്ധുക്കൾക്കൊപ്പം ആയിരുന്ന കുട്ടിയെ തന്ത്രപൂർവം വിളിച്ച് മാറ്റിക്കൊണ്ടുപോയി കുട്ടിയുടെ
എന്താണ് സ്വകാര്യ ഭാഗങ്ങളിൽ പിടിക്കുകയും കുട്ടിയോട് ലൈംഗിക ചേഷ്ട കാണിക്കുകയും നഗ്നത പ്രദർശിപ്പിക്കുകയും ചെയ്ത പ്രതി. അത് എന്തു ക്രൂരതയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. അടുത്ത കുട്ടി വീട്ടിലായിരിക്കുമ്പോൾ രക്ഷിതാക്കളോടുള്ള സൗഹൃദം മുതലെടുത്ത് വീട്ടിലെത്തിയ പ്രതി ഈ കുട്ടിയെ വീണ്ടും ലൈംഗികമായി ഉപദ്രവിക്കുന്നു. കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് കടന്നു പിടിക്കുന്നു. എന്നിട്ട് കുട്ടി നിലവിളിക്കുമ്പോൾ കുട്ടിയെ എടുത്തുയർത്തിയിട്ട് കിണറ്റിലെറിഞ്ഞ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇത് വലിയ കുറ്റം തന്നെയാണ്. പോലീസ് അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ ഈ പ്രതി ഇപ്പോഴും മിസ്സിംഗ് ആണ്. പ്രതിയെ പിടികൂടുന്നതിൽ പോലീസ് വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട്. പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് തന്നെ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. എനിക്ക് നിർദ്ദിഷ്ട പോലീസ് സ്റ്റേഷന്റെ പേര് പറയുന്നതിൽ പരിമിതിയുണ്ട്. കൊല്ലം സിറ്റി പോലീസ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. പ്രതിയുടെ ചിത്രം കാണിക്കുന്നത്, പ്രതിയുടെ ചിത്രം തംബ്നെയിൽ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിയുടെ ഗുണ്ടാ പശ്ചാത്തലവും പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലവും ഉൾപ്പെടുത്തി പോലീസ് തന്നെ ഇയാളെ തിരയുന്നത് കൊണ്ട് മാത്രമാണ് ഇയാളുടെ പടം കൊടുക്കുന്നത്. ഇയാൾ ഇപ്പോഴും വിലസി നടക്കുന്നുണ്ട്. പല ആളുകളെയും സ്വാധീനിച്ച് ഈ കേസ് തേച്ചുമാറ്റ കളയാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കൺമുന്നിൽ നടക്കുമ്പോൾ ആൺകുട്ടികളും സുരക്ഷിതരല്ല എന്ന വലിയ ഭീതി ആണ് ഈ സംഭവം ഉയർത്തിവിടുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.